സീനിയേഴ്സ് വോയിസ് സംഗീത കൂട്ടായ്മ കെ പ്രേമദത്തയ്ക്ക് അനുസ്മരണയും ത്രൈമാസ സ്നേഹ സംഗമവും കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് വൃന്ദാവൻ പാർട്ടി ഹാളിൽ വെച്ച് നടത്തി. കൈരളി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന എല്ലാരും പാടണ് എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ മികച്ച ഗായികയും മഴവിൽ മനോരമയിലെ സീനിയേഴ്സ് തകർപ്പൻ കോമഡിയിൽ പാട്ടുപാടി ഗിന്നസ് പക്രു സാറിന്റെ പ്രശംസ കൈപ്പറ്റിയ പ്രേമദത്ത ഒരു ഗായിക കൂടിയായിരുന്നു. തളിപ്പറമ്പ് വെച്ച് നടന്ന പരിപാടിയിലാണ് അവസാനമായി പാടിയിരുന്നത്. അകാലത്തിൽ പൊലിഞ്ഞ പ്രേമദത്തയുടെ അനുസ്മരണ ചടങ്ങിൽ അഡ്മിനും വാരം സമദർശി വായനശാല സെക്രട്ടറിയുമായ ഉദിനൂർ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MV ലക്ഷ്മണൻ സ്വാഗതവും KC പുഷ്പജ നന്ദിയും MT കണ്ണൻ മാസ്റ്റർ, മീനാക്ഷി ടീച്ചർ, വേണുഗോപാൽ തുടങ്ങി 35ഓളം പേർ അനുസ്മരണ വാക്കുകൾ ചൊരിഞ്ഞു. തുമ്പിതൻ ചിറകഴകിലും ദീപമായി നിറശോഭയായി തെളിയുന്ന സത്യസ്വരൂപമേ, നിത്യവും നിൻ സ്നേഹമെന്നിൽ നവ്യമാം പ്രഭതൂകണേ. അക്ഷര കടലംബികെ അറിവേ നമോ പ്രണമാമ്യഹം. അക്ഷര കടലംബികെ അറിവേ നമോ പ്രണമാമ്യഹം. പൂവിലും പുൽക്കൊടിയിലും പൂത്തുമ്പിതൻ ചിറകഴകിലും ദീപമായി നിറശോഭയായി തെളിയണമേ മനസ്സിലും. സ്നേഹനിധികളായ സീനിയേഴ്സ് വോയിസ് കൂട്ടായ്മയിലെ എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊരു പ്രത്യേക ദിവസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ കൂട്ടായ്മ തളിപ്പറമ്പിൽ വെച്ചായിരുന്നു നടന്നത്. ആ തളിപ്പറമ്പിൽ വെച്ച് നടന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മളെല്ലാവരും 55 വയസ്സിനപ്പുറം സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷെ ഈ വിശ്രമ ജീവിതം നയിക്കുന്ന നമുക്ക് വിശ്രമമില്ലാത്ത രാവുകൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ പരിപാടികൾ, അത് സശ്രദ്ധം വീക്ഷിക്കുന്ന നമ്മളെല്ലാവരും ഈ ഒരു പ്രത്യേക ദിവസത്തിൽ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് നമ്മുടെ ഇന്നൊപ്പമില്ലാത്ത പ്രേമദത്ത മേഡത്തിന്റെ സ്മരണ പുതുക്കുവാനാണ്. ഞാൻ ഓർക്കുന്നു, അവരൊടുവിലായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് തന്നത് തളിപ്പറമ്പ് അമ്പലത്തിൽ വെച്ച്, തൃശ്ശമ്പരം അമ്പലത്തിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലായിരുന്നു എന്നാണ് ഞാൻ കണ്ടത്. അപ്പോഴും രോഗാവസ്ഥ ഉള്ള ഒരു ക്ഷീണിതാവസ്ഥയിലായിരുന്നു ആ പരിപാടി അവതരിപ്പിച്ചത്. നമ്മുടെ പരിപാടിയിലെ നിറസാന്നിധ്യമായിരുന്നു. കുഞ്ഞൻ സാറിന്റെ ചിറകാണ് ഇപ്പോഴില്ലാതായിരിക്കുന്നത്. ഏതായാലും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ദുഃഖിക്കുന്നതിലും ഏറെ നമ്മൾ ഈ സത്യത്തെ അംഗീകരിക്കുവാൻ മാനസികമായി പ്രാപ്തരാകുക എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഈ ദുഃഖത്തിൽ നമ്മൾ അലിഞ്ഞ് നമ്മൾ വല്ലാതൊരു ലോകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഗുണത്തിനേറെ ദോഷം ചെയ്യും എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഇന്ന് നമ്മൾ ശ്രീമതി പ്രേമദത്തയുടെ ഓർമ്മദിനം ആചരിക്കുകയാണ്. അവരെ കുറിച്ച് ഒരു അനുസ്മരണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറും ശ്രീമതി പ്രേമദത്ത മാഡം വളരെ നല്ല കലാകാരന്മാരാണ്. നമുക്കറിയാം, പറയേണ്ടതില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തളിപ്പറമ്പിൽ.
അന്ന് അവർ മനോഹരമായി പാടുകയും അതുപോലെ മിമിക്രി വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു. അസുഖം ഉണ്ടായിരുന്നിട്ടും കലയോടുള്ള ആ സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവർ അന്ന് മധുരമായി പാടുകയും ചെയ്തു. അവർ മാത്രമല്ല, അന്ന് കുഞ്ഞികൃഷ്ണൻ സാറും പ്രേമദത്ത മാഡവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും തുടർന്ന് മറ്റുള്ള ഗായകന്മാരും അന്നൊരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പല്ലവി ഗ്രൂപ്പിന്റെ ഒരു പരിപാടിയായിട്ടാണ് അത് തുടങ്ങിയിരുന്നത്. നമ്മുടെ പിന്നെ ലീലാമതി മാഡത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നത് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഏതായിരുന്നാലും പരിപാടി വളരെ ഭംഗിയായിരുന്നു. അന്ന് ശ്രീമതി പ്രേമദത്ത പാടിയ ആ ഗാനങ്ങൾ അവരുടെ ഒടുവിലെത്തിയതായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവരുടെ മനോഹരമായ ശബ്ദം നമ്മളിപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പാടിയ ഗാനങ്ങളും അവരുടെ ഗാനങ്ങളുമാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോഴും അവരെ ഹൃദയപൂർവ്വം ഓർത്തുപോയി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയെന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഗ്രൂപ്പിലെ ഏറെ നല്ലൊരു പാട്ടുകാരിയായിരുന്ന ദത്തേച്ചി നമ്മളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 40 ദിവസങ്ങൾ പിന്നിടുകയാണ്. അപ്പം നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ വലിയ കലാകാരിയുടെ ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടി ലോക സംഗീത ദിനമായ ഇന്ന് തന്നെ നമ്മൾ കൂടിച്ചേർന്നത് ഒരു കാലത്തിൻ്റെ കാവ്യനീതിയായി ഞാൻ കാണുകയാണ്. ഈ വൃന്ദാവൻ ഹോട്ടലിലെ ഈ വേദിയിൽ നമ്മുടെ അനുഗ്രഹീത ഗായികയായിരുന്ന ശ്രീമതി പ്രേമദത്തയുടെ ഗാനങ്ങൾ, എല്ലാവരെയും ഹഠാത് ആകർഷിച്ച ഗാനങ്ങൾ ഇന്നും ഓർമ്മിക്കുകയാണ്. ആ സ്വരമാധുര്യം കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞികൃഷ്ണനും അവരൊന്നിച്ച് പാടിയിരുന്നത് കുറേ നല്ല ഓർമ്മകൾ ബാക്കിയായിട്ടാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സ്നേഹിത ശ്രീമതി പ്രേമദത്തയുടെ അനുസ്മരണ യോഗമാണ്. നമുക്കത് പ്രത്യേകിച്ച് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. വീട്ടിൽ വന്നിട്ടും എപ്പോഴും ഫോൺ വിളിച്ചിട്ടും, ഇപ്പോൾ ഒടുവിലായി കുഞ്ഞികൃഷ്ണൻ സാറാണ് ഫോൺ എടുക്കാറുള്ളത്. അവർക്ക് പ്രത്യേകമായിട്ട് ഫോണില്ല. അപ്പോൾ എന്നാലും സാറിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പ്രേമദത്ത അവിടുന്ന് സംസാരിക്കുന്നുണ്ടാകും. അങ്ങനെ എപ്പോഴും ആ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ആ ശബ്ദം കേൾക്കാനില്ല. ഫോട്ടോ ആയിട്ടിങ്ങനെ കാണുക എന്നല്ലാതെ നമ്മളിൽ നിന്ന് അകന്നുപോയി. പക്ഷെ അവർ പോയത് സ്വർഗത്തിലേക്കാണെന്നുള്ളത് തീർച്ച തന്നെയാണ്. പ്രേമദത്തേച്ചി അവരുടെ ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ട് 44-ാമത്തെ ദിവസമാണ്. അവരുടെ വിയോഗം സീനിയർ വോയിസിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. രാഗം താനം പല്ലവി ഗ്രൂപ്പിന്റെ പരിപാടി നടന്നു കഴിഞ്ഞാൽ കൃഷ്ണാട്ടന്റെയും അതുപോലെ പ്രേമച്ചിയുടെയും ശബ്ദം നമുക്ക് എന്നും കേൾക്കാം. ഏത് ഗാനവും അനായാസം വളരെ മനോഹരമായി പാടാനുള്ള കഴിവ് രണ്ടുപേർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇവരാണ്. കാരണം രണ്ടാളും അത്ര നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും ഒരു മോഡൽ ദമ്പതിമാരാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യാൻ കഴിവുള്ള അത്രയും നല്ലൊരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ പ്രേമേച്ചി. ആ നഷ്ടം തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ്. ഇന്ന് ലോക സംഗീത ദിനം കൂടിയാണ്, യോഗ ദിനം കൂടിയാണ്. രണ്ട് ദിനങ്ങളുടെ സംഗമം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഈ ലോക സംഗീതത്തിൽ തന്നെ നല്ലൊരു സംഗീത പ്രതിഭയെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു തീയതി കണ്ടെത്തിയതിൽ അതിന്റെ ഭാരവാഹികളായ എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രേമദത്തെ നമ്മൾ ആദ്യമായി കാണുന്നത് ആഫീസിലുള്ള ഉണ്ടെങ്കിലും ശരിക്കും നമ്മൾ പരിചയപ്പെടുന്നത്
2016 നമ്മൾ 24ാം സംസ്ഥാന സമ്മേളനത്തിന് ഒരു സ്വാഗതഗാനം പാടാൻ തുടങ്ങിയതോടെയാണ്. അപ്പോൾ അന്ന് നമ്മൾ 24 പേർ കൂടി ഒരു സ്വാഗതഗാനം പാടി. ഇതിലുള്ളത് കുഞ്ഞേഷ് സാറും മീനാക്ഷി ടീച്ചറും ഞാനും ഫ്ലോറിയും. ഇത് ശ്യാമളാദേവി ഉണ്ട്, ഇന്ന് കാണുന്നില്ല ശ്യാമളാദേവിയെ ഉണ്ടല്ല, ഞാൻ കണ്ടിട്ടില്ല ശ്യാമള. ഏതായാലും അന്ന് തൊട്ട് ഇന്നോളം നമ്മൾ പ്രേമദത്തയുടെ കൂടെ തന്നെ ആയിരുന്നു, എല്ലാ ഇതിനും ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ സമയത്തിന് നമ്മുടെ പിന്നെ കാണാൻ പറ്റാതായി. അന്നേരം ഈ ഓൺലൈനായിട്ട് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചു. അതിനു മുമ്പേ എല്ലാ മാസവും നമ്മൾ ജവഹർ ലൈബ്രറിയിൽ മീറ്റിംഗ് കൂടാറുണ്ടായിരുന്നു. പക്ഷേ കൊറോണ സമയത്തിന് പിന്നെ അത് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓൺലൈനായി ഗ്രൂപ്പ് രൂപീകരിച്ചു, പാടാൻ തുടങ്ങി. പിന്നെ പ്രേമദത്തയുടെ പാട്ട്, പ്രേമദത്തക്ക് ഫേവറേറ്റ് പാട്ടുണ്ടായിരുന്നു. രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ. ഇപ്പം പ്രേമദത്തയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനും കൃഷ്ണാട്ടനും ഒരു കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ ചേച്ചിയുടെ മകനാണ് കൃഷ്ണാട്ടൻ. അപ്പോൾ ആ രീതിയിൽ ഈ പ്രേമദത്തയായിട്ട് നല്ല അടുപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പ്രേമദത്ത വളരെ സൈലൻ്റാണ്, എവിടെയും ഒരു കയറി ഇടപെടുന്ന ഒരു സ്വഭാവമില്ല. കൃഷ്ണാട്ടനാണെങ്കിലും അവർ ഒരു രണ്ട് തൂവൽ പക്ഷികളായിട്ട് എന്നും ഒരുമിച്ച് നടക്കുന്ന രണ്ട് വ്യക്തികളാണ്. എവിടെ കൃഷ്ണാട്ടനുണ്ടോ അവിടെയൊക്കെ പ്രേമദത്തി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഇവർ രണ്ടാളും കൂടിയാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു സ്വഭാവമാണ് പ്രേമദത്തക്കുള്ളത്. എന്നാലും ഈ അവസരത്തിൽ പ്രേമദത്ത ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും അവരും അവരുടെ ഭർത്താവ് കുഞ്ഞികൃഷ്ണേട്ടനും നല്ലൊരു ഗായകരാണ്. ഏതോ ഒരു പരിപാടിക്ക് അവർ എന്നെപ്പറ്റിയുള്ളൊരു മിമിക്രി അവതരിപ്പിച്ചതായി ഞാൻ അറിഞ്ഞു. പക്ഷേ കഷ്ടകാലത്തിന് ആ സമയത്ത് ഞാൻ വേദിയിലുണ്ടായിട്ടില്ല, ചായ കുടിക്കാനുള്ള തിരക്കിൽ പുറത്തു പോയതാണ്. പിന്നീട് വന്നപ്പോഴാണ് വളരെ നല്ല നിലയിൽ വെച്ചത്. പിന്നെ മരണത്തിൽ ഭയപ്പെട്ടിട്ട് ഒരു ഗുണവുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് പോലും വീണ് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് വയസ്സായി അങ്ങനെ മരണപ്പെട്ടു പോകുന്നതെന്ന് ബേജാറായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടിക്കറ്റ് NOC വരുമ്പോൾ പോയിക്കൊള്ളുക, അതുപോലെയാണ്. അപ്പോൾ ഈ പ്രേമദത്തൻ്റെയും കുഞ്ഞികൃഷ്ണേട്ടൻ്റെയും ഇതിൽ പ്രേമദത്തയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇല്ല, ഇന്നിപ്പോൾ അനുസ്മരണ ദിനം, പ്രേമദത്ത മേഡത്തിൻ്റെ അനുസ്മരണ ദിനം. നമ്മൾ ഇന്നത്തെ ദിവസം ലോക സംഗീത ദിനത്തിൽ തന്നെ ഇന്ന് ആഘോഷിക്കാൻ പറ്റിയത് ഒരു അനുഗ്രഹം തന്നെയാണ്. മേഡത്തെ പറ്റി പറയാന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അത്രയധികം ഒന്നും ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഗ്രൂപ്പിലേക്ക് വന്നത്. എന്നാൽ ഒക്ടോബറിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് ഞാൻ വരുമ്പോൾ മേഡം താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു, സ്റ്റെയർകേസിൻ്റെ അടിയിൽ വന്ന ക്ഷീണത്തിൽ. അപ്പോൾ ഞാനും അതേപോലെ അവിടെ കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചു. അന്ന് തന്നെ ഞങ്ങൾ വളരെ അടുത്തുപോയി. കാരണം ഈ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൂടുതലെടുത്തു. പിന്നെ ഞങ്ങൾ കണ്ടത് തളിപ്പറമ്പിലെ സംഗമത്തിൽ. അന്നും ഞങ്ങൾ വളരെയധികം അടുത്തിരുന്ന് ഭക്ഷണവും കഴിച്ച് കുറേ സംസാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു, ഷുഗർ ഉണ്ടെങ്കിലും ലഡു തിന്നാനും മധുരം തിന്നാനും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ അന്ന് എൻ്റെ അടുത്താണ് ഭക്ഷണത്തിന് ഇരുന്നത്. എന്നോട് പായസം കുടിക്കാല്ലേ എന്ന്. അവർ കുറച്ച് കുടിച്ചോ, മനുഷ്യന്മാരല്ലേ, നമ്മൾ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരും. അവർ കുറച്ച് കുടിച്ചോ, അതിനെ കൊണ്ടൊന്നുമില്ല, വരുന്ന വരട്ടെ, അതെനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ അമ്പലത്തിൽ തൃശ്ശമ്പരത്ത് ഉത്സവ പരിപാടിയിൽ അന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, കുറേ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ അടുത്തു, ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ വളരെ അടുത്തു. പിന്നെ അവരുടെ ആ സ്വരം എന്നും നമ്മൾ പാട്ട്, ഓരോരുത്തരുടെ പാട്ടും എന്ത് തല്ലിപ്പൊളി പാടിയാലും അതിനെല്ലാം കുഞ്ഞീഷ് സാറും പ്രേമദത്ത മേഡവും കൂടി അതിനെപ്പറ്റി നന്നായിട്ടുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. വളരെ മോശമായിരിക്കുന്നാലും എൻ്റെ എല്ലാം വളരെ നല്ല സാറ് പറയും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇന്നും പ്രേമദത്ത മേഡം കുഞ്ഞീഷ് സാറ് നമുക്ക് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷം കണ്ണൂരിൽ വെച്ച് നടത്തുകയുണ്ടായി. അതോടനുബന്ധിച്ച്
പഞ്ചായത്ത് ജീവനക്കാരും അവരുടെ ബന്ധുക്കളും ചേർന്ന് ഒരു ഗാനമേള താണയിലുള്ള സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. ആ ഗാനമേള അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് കുഞ്ഞേഷ സാറായിരുന്നു. കൂടെ പ്രേമദത്ത മേഡവും അവരുടെ മകളും എല്ലാം ആ ഗാനമേളയിൽ പാടിയിരുന്നു. ഞാനും ലക്ഷ്മണ സാറും ഒക്കെ അതിൽ പാടിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഗാനമേളയിൽ ശകുന്തള എന്ന ചിത്രത്തിലെ മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനെ എന്ന ഡുവറ്റ് കുഞ്ഞേഷ സാറും പ്രേമദത്ത മേഡവും ആദ്യമായി പാടി കേൾക്കുന്നത് ആ വേദിയിൽ വെച്ചാണ്. അതിനുശേഷം ഈ യുഗ്മഗാനം കുഞ്ഞേഷ സാറും പ്രേമദത്ത മേഡവും കൂടി നിരവധി സ്റ്റേജുകളിൽ പാടിയതായി കേട്ടിട്ടുണ്ട്. പ്രേമേച്ചിയുടെ 44-ാം ചരമദിനമാണ് ഇന്ന്. അന്നു തന്നെ സംഗീത കൂട്ടായ്മയായ ഈ കൂട്ടായ്മക്കും വേൾഡ് മ്യൂസിക് ഡേ ആയ ഇന്ന് തന്നെ അവരെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഒരവസരം ഒരുക്കിയതിന് ഇതിൻ്റെ ഭാരവാഹിയോട് സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മെ വിട്ടുപോയ പ്രേമേച്ചിയുടെ ആത്മാവിന് ആത്മശാന്തി നേർന്നുകൊണ്ട് അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരെ ഓർമ്മിക്കുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല പാട്ടിൽ ഒരു പാട്ടാണ് ഞാൻ ഒരു തവണ ഈ പല്ലവി ടീമിൽ പാടിയ പാട്ട്. അത് അവർ നല്ല ഒരു കമൻ്റായിരുന്നു പറഞ്ഞത്. ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു. ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു. സ്വപ്നങ്ങൾ എന്നോട് വിട പറഞ്ഞു. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ. ഓർമ്മകൾ ഓർമ്മകൾ. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജീവനും കൊണ്ട് വരുമ്പോൾ തന്നെ ശരിക്കും മാതാവിൻ്റെ ഗർഭപാത്രത്തിനകത്ത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ശിശുവാണ് വായുവിലേക്ക് കടന്നു വന്ന് ആദ്യ ശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ജീവധർമ്മം ആരംഭിക്കുന്നത്. അത്രവരെ സമ്പൂർണമായും ജലത്തിൽ ആമഗ്നമായിരിക്കുന്ന ഒരു ശരീരം എന്നാണോ പ്രസവം എന്ന പ്രക്രിയയിൽ കൂടി പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അത് അമ്മയുടെ പൊക്കിൽ കൊടി ബന്ധം വിട്ട് വായുനിബദ്ധമായ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വെള്ളം എന്ന് പറയുന്നത് അതിന് വർജ്യമായി മാറിയിരിക്കുകയാണ്. പിന്നീട് വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ ആ നിമിഷം ജീവൻ അവസാനിക്കും. ഇങ്ങനെ പ്രകൃതിയുടെ ഒരു വല്ലാത്ത ബാലൻസിലാണ് മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അപ്പം നമുക്ക് ആദ്യ ശ്വാസം ഒന്ന് അലറിക്കരയുന്നതോടുകൂടി ശ്വാസകോശം എന്ന് പറയുന്ന വായുസഞ്ചി വികസിക്കുകയും അതിനകത്തേക്ക് പ്രാണവായു കടന്നു കയറുന്നതോടുകൂടി മനുഷ്യ ശരീരത്തിലേക്ക് പ്രാണൻ പ്രവേശിക്കുകയാണ്. ഈ പ്രവേശിക്കുന്ന പ്രാണൻ മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ എത്ര കാലമാണോ ആ ശരീരത്തിന് ആയുസ് വിധിച്ചിരിക്കുന്നത് അത്രയും കാലം ആ ശരീരത്തിനകത്ത് നിന്നുകൊണ്ട് അത് ആ മനുഷ്യന്റെ ജീവധർമ്മ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മുഴുകി നമ്മളെ എത്തേണ്ടടുത്തെല്ലാം എത്തിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അത് മുഖ്യ കർമ്മിയായി ജീവിക്കുകയും ചെയ്തു, പ്രവർത്തിക്കുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിനിടയിൽ
നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ചിലർ വലിയ ക്രിമിനലുകളായി മാറുന്നു, ചിലർ വളരെ പക്വമതികളും സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി മാറുന്നു. അങ്ങനെ പല പല വേഷങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ അവന്റെ ജീവസന്ധാരണം നിർവഹിച്ചു വരുന്നത്. അപ്പോൾ ചില മനുഷ്യർ അതിനിടയിൽ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യരായിട്ടുള്ള എത്രയോ ആളുകൾ നമുക്കറിയാം. നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, മഹാത്മജിയെ പോലെ അവരും നമ്മളെപ്പോലെ തന്നെ ജീവൻ നേടി ഈ ഭൂമിയിൽ വന്ന ഒരാളാണ്. പക്ഷേ ലോകാവസാനം വരെ മനുഷ്യ സമൂഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ട് അദ്ദേഹം ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറി. അങ്ങനെ മനുഷ്യന് ഓരോ തലത്തിലാണ് ജീവിച്ചു വരുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു വരുന്നു. കൂട്ടത്തിൽ നമുക്ക് ഒരു നിശ്ചിത സമയം വരുമ്പോൾ ആ നമ്മുടെ ശരീരത്തിന്റെ ആയുസ് എന്ന് പറയുന്ന അത് പ്രകൃതിയുടെ ആ നിയമം അനുസരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ആ സമയം വരുമ്പോൾ നമ്മൾ എല്ലാവരും പോയേ മതിയാവൂ. ആരും ഭയന്നത് കൊണ്ടോ ആരും ഒളിച്ചോടിയത് കൊണ്ടോ നമുക്ക് അതിൽ നിന്ന് ഒരു മോചനമില്ല. ഇതിൽ തന്നെ നമുക്ക് നമ്മളോടൊപ്പം നമ്മുടെ ഒരു സഹജീവിയായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രേമദത്ത മേഡം നമുക്ക് ഇന്ന് ഇല്ല നമ്മുടെ കൂടെ. പക്ഷെ എന്നിരുന്നാലും അവർ നമ്മളോടൊപ്പം അവരുടെ എന്താ പറയുക, അവരുടെ ആത്മാവ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള സുദൃഢമായ ഒരു വിശ്വാസത്തിൽ നമുക്ക് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ആദ്യമായി പ്രിയപ്പെട്ട പ്രേമദത്ത ചേച്ചിക്ക് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ സീനിയേഴ്സ് ഗ്രൂപ്പിൽ എന്നെ ഏറെ സ്നേഹത്തോടെ കൈപിടിച്ച് കയറ്റിയത് ഇന്ന് ഓർമ്മയുണ്ട്. ഈ പറഞ്ഞതൊക്കെ കുറേ കൂടി പ്രേമദത്ത ചേച്ചിയെ പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്കെല്ലാം കുറച്ച് ആയിട്ടുള്ളൂ. എന്നാലും ആ ഓ സൈനബ എന്ന പാട്ട് പാടിയിട്ട് വളരെ സ്നേഹത്തോടെ രണ്ടുപേരും അതിന്നും ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഗെറ്റ് ടുഗദർ എന്നാ വരുന്ന പ്രേമദത്ത ചേച്ചി ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കൊതിക്കുകയായിരുന്നു. ആ ഫസ്റ്റ് ഗെറ്റ് ടുഗദറിന് എല്ലാറ്റിലും കൂട്ടത്തിൽ ഞാൻ പ്രേമദത്ത ചേച്ചിയെ പരതിക്കൊണ്ടിരുന്നപ്പോൾ രണ്ടുപേര് കൈപിടിച്ച് സ്റ്റെപ്പ് കയറ്റി കൊണ്ടുവരുന്നതാണ് കണ്ടത്. കുറച്ച് കയറി ഞാൻ കുറച്ച് ഇരിക്കട്ടെ, ഞാനും ഭാർഗവീടും കൂടെ ഇരുന്ന് അന്നേരം ഞങ്ങൾ ഒരിക്കലും അത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്ര മനോഹരമായി പാടുന്ന മനസ്സിൽ ആ ഒരു രൂപമല്ലായിരുന്നു. അപ്പം സുഖമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ, പക്ഷേ എന്നിട്ടും അവസാനം വരെ നന്നായിട്ട് പാടി നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് പ്രേമദത്ത ചേച്ചി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയത്. പ്രേമദത്ത ചേച്ചിൻ്റെ ഒരു ഫോട്ടോ വരെയാണെന്ന് മനസ്സിലുണ്ടായിരുന്നു. ഫോട്ടോ കിട്ടിയില്ല. കൃഷ്ണനോട് പറഞ്ഞ് അയച്ചിടാന്ന് അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ദേശാഭിമാനിയിൽ ഒരു ഫോട്ടോ ചാരമംഗലത്തിലുണ്ട്. അത് കണ്ട് ഇന്നലെ ഒന്ന് ചെയ്തു നോക്കി. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ഗ്രാഫൊന്നും ഇടാണ്ട് ഇങ്ങനെ വെറുതെ ചെയ്യുന്നില്ല. അത് ചെയ്തേക്കാം. സംഭവം അപ്പോൾ അവരുടെ ഓർമ്മക്കായി ഞാൻ നമ്മുടെ സീനിയേഴ്സ് വോയിസിൻ്റെ ഒരു പ്രധാന മെമ്പറായിരുന്ന പ്രേമദത്ത ചേച്ചിയുടെ അനുസ്മരണമായി അതുപോലെ കുടുംബ സംഗമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രേമദത്ത ചേച്ചി ഒരു 5-6 കൊല്ലം മുമ്പേ തന്നെ നമ്മൾ പല വേദികളിലും ഇങ്ങനെ ഒരു പാട്ടെല്ലാം പാടുമ്പോൾ ഒരു യുഗ്മഗാനെല്ലാം പാടാറുണ്ട്. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ഗോൾഡൻ സ്റ്റാർ എന്ന് പറഞ്ഞ സംഘടനയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് അവർ ഗോൾഡൻ സ്റ്റാർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സജീവമായിട്ട് ഞങ്ങൾ പാട്ട് പാടാറുണ്ട്. 24ാം സംസ്ഥാന സമ്മേളനത്തിലെ സ്വാഗത ഗാനത്തിലാണ് പ്രേമദത്ത ചേച്ചിയും കുഞ്ഞികൃഷ്ണൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഗോൾഡൻ സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു രൂപീകരിച്ചിരുന്നു. അതിലും ഉണ്ടായിരുന്നു. പിന്നീടാണ് സീനിയേഴ്സ് വോയിസ് എന്ന് പറഞ്ഞിട്ട് വന്നത്.
അപ്പം പ്രേമദത്ത ചേച്ചിയും കുഞ്ഞികൃഷ്ണൻ സാറും എപ്പോഴും ട്വിൻസായിട്ട് എപ്പോഴും ഡ്യുവൈറ്റായിട്ട് പാട്ട് പാടും. പിന്നെ ടി വിയിലുള്ള പരിപാടിയൊക്കെ ഞാൻ കണ്ടു. അന്നേരം ഞാൻ എപ്പോഴും പറയും ഇത് ഞങ്ങളുടെ സീനിയേഴ്സ് വോയിസിലുള്ള ദമ്പതികളാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എല്ലാം പറഞ്ഞ് ഇതാക്കലുണ്ട്. പിന്നെ പ്രേമദത്ത ചേച്ചിയോട് ഞാൻ പറഞ്ഞു എല്ലാം ഇങ്ങനെ ബൈഹാർട്ട് പറഞ്ഞു എനിക്ക് കാണൂല മോളെ, ഞാനെല്ലാം കേട്ടിട്ടാണ് പഠിക്കുന്നതെന്ന്, എനിക്കെന്തെല്ലോ ആയിപ്പോയി അന്നേരം. അപ്പോഴെന്നാലും എത്ര നല്ല ഇത് നല്ലൊരു ഇതോടുകൂടിയാണ് പ്രേമദത്ത ചേച്ചി പാട്ട് പാടുന്നത്. പിന്നെ കഴിഞ്ഞ തളിപ്പറമ്പിലുള്ള ഗെറ്റ് ടുഗദറിന് എന്നെ പറ്റിയും കരുണാകരൻ സാറിനെ പറ്റിയെല്ലാം മിമിക്രി പറഞ്ഞു, ഓരോന്ന് പറഞ്ഞ് അത് എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ ചിരിച്ചു. പിന്നെ ഞാൻ ഫ്ലോറി ജോസഫ് ഒരു പാട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പ്രേമദത്ത ചേച്ചി പറഞ്ഞു, എനിക്കത് വളരെ സന്തോഷമായി. പിന്നീട് നമ്മൾ താനം രാഗം താനം പല്ലവി ഗ്രൂപ്പിൻ്റെ ഓരോ പാട്ടിനെ പറ്റിയിട്ടും ഓരോരാളുടെ പാട്ടിനെ പറ്റിയും പ്രേമദത്ത ചേച്ചിയും കുഞ്ഞികൃഷ്ണൻ സാറും കൂടിയിട്ടാണ് ഓരോ അഭിപ്രായം. പ്രേമദത്ത ചേച്ചി അത് പാടുക, എന്നിട്ട് അവർ അഭിപ്രായം പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ തെറ്റുകളും കുറ്റങ്ങളെല്ലാം അത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പം നമുക്കത് വളരെ സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയും ഇത് അവർക്ക് നമസ്കാരം പറഞ്ഞതിന് ശേഷം ഞാൻ പറയും ഇനി കുഞ്ഞികൃഷ്ണൻ സാറ് ഓരോ അഭിപ്രായം പറയും, അത് കേൾക്കാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ സന്തോഷമായി. പ്രേമദത്ത ചേച്ചിക്ക് അസുഖമായിട്ട് കിടക്കുന്നെന്ന് പറഞ്ഞപ്പോഴും മരിച്ചെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ ജോസറിനും കൊണ്ട് വരാനൊന്നും പറ്റിയിട്ടില്ല. അതിനെനിക്ക് വളരെ സങ്കടമുണ്ട്. എനിക്ക് പ്രേമദത്ത ചേച്ചിയെ 1978 മുതൽ അറിയുന്നതാണ്. അന്ന് കൃഷ്ണാട്ടൻ്റെ ഭാര്യയാണെന്ന് അറിയില്ല, കല്യാണം കഴിഞ്ഞൊന്നും എനിക്കറിയില്ല, നിശ്ചയമില്ല. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ SSLC പാസ്സായതിനു ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറുടെ പിന്നെ സൈൻ മേടിക്കൽ കോഴിയാപ്പീസിൽ, അതായത് കോഴി വളർത്ത് കേന്ദ്രം, അവിടെയാണ് പോകാറുള്ളത്. അത് പ്രേമദത്ത ചേച്ചിയുടെ കെയർ ഓഫിലാണ് അവിടുത്തെ ഡോക്ടർ സൈൻ ചെയ്ത് തീർത്ത്. അങ്ങനെ എനിക്കും അവിടെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പരിചയപ്പെടുന്ന പറഞ്ഞാൽ കോഴിയാപ്പീസിൽ അന്ന് ദാരിദ്ര്യമാണ്. കോഴിയാപ്പീസിൽ പിന്നെ കോഴീനെ മേടിക്കാനും ചെറിയ കോഴീനെ വാങ്ങിക്കാനും മുട്ട വാങ്ങിക്കാനും മറ്റുള്ളതെല്ലാം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രേമദത്ത ചേച്ചി അന്ന് നമുക്കൊരു പിന്നെ പരിചയമുള്ള ഒരാൾ, അങ്ങനെ അവരെ അറിയായിരുന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നെ നമ്മളെ കുഞ്ഞികൃഷ്ണനാട്ടിനെ സംബന്ധിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ തന്നെ അവർ നാടകത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള നാടക ട്രൂപ്പിൽ അവരംഗമായിരുന്നു. അവരുടെ അഭിനയവും പിന്നെ മറ്റും കണ്ടിട്ട് എനിക്ക് വളരെയധികം പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് പ്രേമദത്ത ചേച്ചിനും കുഞ്ഞികൃഷ്ണനാട്ടിലും കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. അവിടെ കുഞ്ഞികൃഷ്ണനാട്ടിൽ തന്നെ അറിയാം, കണ്ട് ഇങ്ങനെ ലോക്യം പറയുന്നില്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല ആ കാലത്തൊന്നും. അതായത് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ആദ്യത്തെ 1-2 മീറ്റിങ്ങിലൊന്നും എനിക്ക് പങ്കെടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ പങ്കെടുക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇവരെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ഏതായാലും ഈ കുഞ്ഞികൃഷ്ണനാട്ടിന് അനുഭവിച്ച ഈ വേദനയിൽ അവർ കുഞ്ഞികൃഷ്ണനാട്ടൊപ്പം പങ്കെടുക്കുകയാണ്. അന്ന് മരണപ്പെട്ട സമയത്ത് വീട്ടിൽ പോയി നമ്മൾ കണ്ടിരുന്നു. പിന്നെ പ്രേമദത്ത ചേച്ചിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലോക സംഗീത ദിനമായ ഈ ദിവസത്തിൽ ഇവിടെ ഒത്തുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നൃത്തം, സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പാടാൻ കുറച്ച് മാത്രം കഴിവേ ഉള്ളൂ, വലിയ കഴിവൊന്നുമില്ല. എങ്കിലും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ ഗ്രൂപ്പിലേക്ക് കൂടിയതാണ്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പാടാറുണ്ട്. എങ്കിലും പ്രേമദത്ത ചേച്ചിയുടെ പാട്ട് ഞാൻ 1-2 പ്രാവശ്യം കുഞ്ഞികൃഷ്ണൻ മാഷയെ വിളിച്ചപ്പോൾ അവരാണ് ഫോണെടുത്തത്. വളരെയധികം നല്ല കുടുംബവിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് എന്നെ വളരെയധികം എൻകറേജ് ചെയ്തിട്ടുണ്ട്. ആ പ്രേമദത്ത ചേച്ചിയുടെ പിന്നെ ആത്മാവിന് പിന്നെ നിത്യശാന്തി നേരുന്നു. ഇവിടെ വന്നപ്പോഴാണെന്ന് അറിഞ്ഞത് ഇവരെ കുഞ്ഞിച്ചാട്ടൻ്റെ ഭാര്യ മരണപ്പെട്ട കാര്യവും പിന്നെ അനുസ്മരണമാണെന്ന് അറിഞ്ഞു. അവരുടെ ഓർമ്മക്കായി ഒരുപടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ പ്രേമദത്ത ചേച്ചിയെ പറ്റിയിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ഇങ്ങനെ ഗ്രൂപ്പിൽ പാട്ടെല്ലാം കേട്ടിട്ടുണ്ട്. വളരെ നല്ല ഒരു ഗായികയാണെന്ന് അതിൻ്റെ അകത്ത് തന്നെ മനസ്സിലായി. ഏതായാലും പ്രേമദത്ത ചേച്ചിക്ക് എൻ്റെ ഒരു പിടി പുഷ്പാഞ്ജലി അർപ്പിക്കും. പാട്ടിനോടുള്ളൊരു അഭിനിവേശം അത് ഏത് ഗ്രൂപ്പിലായാലും ചേരാൻ താല്പര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഈ സീനിയേഴ്സ് ഗ്രൂപ്പിലും ചേരുന്നത്. ഇവിടെ ഇപ്പോൾ വന്നതും ഒരു അഭിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. ചെറുപ്പത്തിലേ പാട്ട് പാടും, ഏട്ടൻ നന്നായി പാടും.
അപ്പോൾ ആ നിലയ്ക്ക് ഒരു പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെയാണ് വന്നത്, മറ്റ് ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല. ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഏകദേശം ഒരു 9 മാസത്തോളമായി. അപ്പോൾ നമ്മളിൽ നിന്നും വിട്ടുപോയ പ്രേമദത്ത മേഡത്തിനെ 2 തവണയെ കണ്ടിട്ടുള്ളൂ. 2 തവണയും നമ്മുടെ ഭാരത് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. 3ാമത് കാണാൻ പോയത് ഹോസ്പിറ്റലിലാണ്. അന്ന് അവരെ കാണാനും സാധിച്ചില്ല. ഇന്ന് ലോക സംഗീത ദിനം അല്ലേ? എന്നെ ഈ ഗ്രൂപ്പിൽ ചേർത്തത് ട്രഷറി ഓഫീസർ ഉമാവതിയാണ്. ട്രഷറി ഓഫീസറായിട്ട് റിട്ടയറായ ഈ നമ്മളെ തൃച്ചമ്മര അമ്പലത്തിൽ വന്ന് അവസാന നിമിഷം പ്രേമദത്ത പാട്ടുപാടിയ ആ ഒരു നിമിഷം എന്നും മനസ്സിൽ ഓർക്കും. പ്രേമദത്ത ചേച്ചിയുടെ അനുസ്മരണം ആണ് നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കുടുംബ സംഗമവും. പ്രേമദത്ത ചേച്ചിയുടെ കൂടെ 1-2 സ്റ്റേജ് പരിപാടിയിൽ കൂടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. അതിൽ ഒരു പ്രോഗ്രാം അവരുടെ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒന്ന് കണ്ണൂരും മറ്റു തളിപ്പറമ്പിലും പിന്നെ തൃച്ചംബരത്തുള്ള ഒരു പരിപാടിയിലും. 5-8 വർഷമായി ആ സ്നേഹം പോകുന്നത് വരെ കാണിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. ഓർമ്മയിൽ നിന്ന് അവരൊരിക്കലും മാഞ്ഞു പോവില്ല. പാട്ടും രൂപവും ഇപ്പോൾ നമുക്കുണ്ടാവും മനസ്സിൽ. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പറഞ്ഞു തരുന്ന 2 പേരാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. ആ കുറ്റങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ പാടുന്ന പാട്ടുകളും നന്നായിട്ടുണ്ടെങ്കിലും അതിന് വളരെയധികം ഗംഭീരമായി ആസ്വാദന തരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വാമഭാഗം പോയി, പക്ഷേ അതൊക്കെ ഞാൻ അടിച്ചമർത്തുക. 1977 ഞാൻ പ്രേമദത്തെ കല്യാണം കഴിച്ചത്. അതിന് കാരണക്കാരി ഞാൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ടൈപ്പിസ്റ്റ് ഉണ്ട് ടെമ്പററി ആയിട്ട്, അവരാണ് എന്നോട് പറഞ്ഞത്. കാരണം എനിക്ക് ഉദ്യോഗസ്ഥ തന്നെ വേണം എന്നൊരാശ. അതാണ് തൃക്കരിപ്പൂർ, ഇപ്പോൾ തൃക്കരിപ്പൂരിലെ ഉദിനൂർ ഗ്രാമത്തിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി AKGയുടെ നാട്ടിൽ ഞാൻ എത്തിപ്പെട്ടത്. വളരെ നന്നായി നമ്മൾ ഇത്ര വരെ 47 വർഷം ഒന്നിച്ച് ജീവിച്ചു. എൻ്റെ സംഗീതത്തിലുള്ള എൻ്റെ ഗുരു ഇളയമ പറഞ്ഞു, ശ്യാമള, എൻ്റെ ഗുരു സാക്ഷാൽ പ്രേമദത്തയാണ്. അപ്പോൾ നന്നായി പാടും, നല്ല ശബ്ദത്തിനുടമയാണ് എന്നൊക്കെ അവർ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മാമനുമാണ് പെണ്ണ് കാണാൻ പോയത് ഈ പെരളശ്ശേരി. അപ്പോൾ കുറേ ആൾ പറഞ്ഞു, എന്തിനാണ് ഇത്ര ദൂരത്തെല്ലാം പോകുന്നത്? ഞാൻ പറഞ്ഞു, ഹാർട്ട് ഇതേതരം പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. ഞങ്ങൾ ആ മക്കളൊക്കെ ആയ പിന്നെ എല്ലാവരും പാടണം എന്ന ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ ഫൈനൽ മത്സരത്തിൽ ഫൈനൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞാനും പ്രേമദത്തയും മക്കളും. അതിൽ എൻ്റെ അമ്മ കൂടെ ആദ്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, പ്രേമദത്തയുടെ അമ്മ. അങ്ങനെ ഈ 400 അപേക്ഷ ഉണ്ടായിരുന്നു കൈരളി. അതിൽ 40 പേരെയാണ് സെലക്ട് ചെയ്ത്. അതിൽ 5 പേരാണ് ഫൈനലിലെത്തി. അതിൽ നമ്മളുണ്ടായിരുന്നു. പിന്നെ മഴവിൽ മനോരമ തകർപ്പൻ കോമഡി എന്ന പരിപാടിയിൽ അവർ നേരിട്ട് എന്നെ വിളിച്ചു, നിങ്ങൾ 2 പേരും വരണം. അങ്ങനെ ആണ് മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാന് പുള്ളി മാന് ശബ്ദമില്ല. ആ പാട്ട് പാടി അന്ന് ഉണ്ടപ്പക്കം വിജയൻ സാർ, അജയൻ അല്ലേ, അജയൻ സാറ് പറഞ്ഞു
കുഞ്ഞികൃഷ്ണന്റെ പാട്ട് നന്നായിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു ഇത്തിരി മികച്ചു നിൽക്കുന്നത് പ്രേമദത്തയാണ്. അത് ഞാൻ ഡെസ്പൈറ്റ് അങ്ങനെ ഒരു വാക്ക് അത്. പക്ഷേ നമ്മുടെ ലക്ഷ്മൺ സാറിന്റെ ഒരു ഇല്ലേ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു പരിപാടി വെച്ചപ്പോൾ മത്സരത്തിൽ 1ാം സ്ഥാനം എനക്കാണ്, 2ാം സ്ഥാനം പ്രേമദത്ത കിട്ടിയിട്ടു. അത് അതിൽ അവിടെ തീർത്തു. അങ്ങനെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വേദി അങ്ങനെ നീണ്ടുപോകും. ആ പ്രസംഗം അങ്ങനെ പറഞ്ഞു. എങ്കിലും ഓർമ്മിക്കാത്ത ദിനമില്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള പാട്ടിന് ഒറ്റയ്ക്ക് പാടാൻ എനിക്ക് ധൈര്യമില്ല. കാരണം ശ്രുതി എനിക്ക് തന്നെ ഓരോ തെറ്റിപ്പോ. അപ്പോൾ അത് പറഞ്ഞു തരുന്നത് എൻ്റെ പ്രേമദത്തയാണ്. എങ്കിലും നോക്കാം, എല്ലാവർക്കും ഈ ഒത്തുകൂടലിന് അവസരം ഒരുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സീനിയേഴ്സ് വോയിസിലെ എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഗായകന്മാർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 3 മക്കളാണ്. അതിനടക്കുന്നോട്ട് ഈ പ്രേമത്തെ കല്യാണം കഴിക്കുമ്പോൾ ജാതകം നോക്കിയിട്ടില്ല കേട്ടോ. അന്നെല്ലാം ജാതകം നോക്കാണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. അവർ പ്രേമിച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ജാതകം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പിന്നെ അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരായിരുന്നു നമ്മുടെ അച്ഛൻ തന്നെ. അതുകൊണ്ട് ഇന്നും അങ്ങനെയാണ്. യാതൊരുവിധ പിന്നെ ഇത് നമ്മുടെ കർമ്മങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഓർമ്മകളെ കൈവള ചാർത്തി വിമോകമേ വേദി വിമോകമേ ഓർമ്മകളെ കൈവള ചാർത്തി വിമോകമേ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോകമേരി ചിലങ്കകൾ പാടുന്നു അരികിലാണോ ചിലങ്കകൾ പാടുന്നു അരികിലാണോ വിഭജിക പാടുന്നു അകലെയാണോ വിഭജിക ചിലങ്കകൾ പാടുന്നു അരികിലാണോ വിഭജിക പാടുന്നു അകലെയാണോ വിഷാദ ഭാവങ്ങളിൽ വിരുന്നുകാരായി വിഷാദ ഭാവങ്ങളിൽ വിരുന്നുകാരായി ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോകമേ മധുപാത്രമെങ്ങു ഞാൻ മറന്നുപോയി മനസ്സിലെ മറന്നുപോയി മനസ്സിലെ ശാരിക പറന്നുപോയി മധുപാത്രമെങ്ങു ഞാൻ മറന്നുപോയി മനസ്സിലെ ശാരിക പറന്നുപോയി തീരങ്ങളെ അവളെ കണ്ടു ഞങ്ങളെ അവളെ കണ്ടു ഓർമ്മകളെ കൈവള ചാർത്തി ഒരു ഏതോ സ്വതന്ത്ര
ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ കൈവള ചാർത്തി ഓരോ വിമുഖമേ ഓർമ്മകളെ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ